തിരുവുത്സവ നാളുകളിൽ മാളികപ്പുറത്ത് ദിവസവും ത്രിസന്ധിക്ക് നടക്കുന്ന ഭഗവതി സേവ ദർശിച്ച് നിർവൃതി നേടുകയാണ് ഭക്തർ. നട തുറന്ന് നിത്യപൂജയുള്ള ദിവസങ്ങളിലെല്ലാം മാളികപ്പുറം സന്നിധിയിൽ സന്ധിക്ക് ഭഗവതി സേവ നടക്കുന്നുണ്ട്. ലോകമാതാവായ മാളികപ്പുറത്തമ്മ ദേവിക്ക് ദീപാരാധനയ്ക്ക് ശേഷം സമർപ്പിതമായ ചടങ്ങാണ് ഭഗവതി സേവ. നെയ്ത്തിരിവിളക്കിന്റെ ദീപപ്രഭയിൽ ആത്മചൈതന്യത്തിന്റെ ഐശ്വര്യം പ്രദാനം ചെയ്യുകയാണ് ഈ ചടങ്ങിലൂടെ. മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. മാളികപ്പുറത്തെ പ്രത്യേക മണ്ഡപത്തിൽ കളം വരച്ച് പത്മമിട്ട് നിലവിളക്കൊരുക്കി പട്ട് ചാർത്തി തയ്യാറാക്കി വെക്കും. ദീപാരാധന കഴിയുന്നതോടെ മേൽശാന്തിയെത്തി ഒരുക്കിവെച്ച നിലവിളക്കിലേക്ക് ദേവീ ചൈതന്യം ആവാഹിക്കും. മന്ത്രതന്ത്ര വിധികൾക്കൊപ്പം ലളിത സഹസ്രനാമമാണ് ജപിക്കുന്നത്. മേൽശാന്തിക്കും പരികർമ്മിക്കുമൊപ്പം സഹസ്രനാമ ജപത്തിൽ ഭക്തരും പങ്കുചേരും. ലോകത്തിനും സർവ്വചരാചരങ്ങൾക്കും ശാന്തി നേരുകയാണ് ഭഗവതി സേവയിലൂടെ. ചടങ്ങിന്റെ സവിശേഷ പ്രാധാന്യം മാളികപ്പുറം മേൽശാന്തിയുടെ വാക്കുകളിൽ ഇങ്ങനെ: നമ്മുടെ മാളികപ്പുറത്ത് ദുർഗയ്ക്കായിട്ടാണ് കഴിക്കുന്നത്. അത് ലളിതാ സഹസ്രനാമം അതിവിശേഷമായിട്ട് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഈ നാമം ഉറക്കെ ചൊല്ലണമെന്നും മന്ത്രം മെല്ലെ ചൊല്ലണം എന്നാണ് പറയുക. അതാണ് ഈ നാമം ഉറക്കെ ചെല്ലാൻ കാരണം. അത് അറിയാവുന്നവർക്ക് അറിയാത്തവർക്കും കേൾക്കുന്ന എല്ലാവർക്കും പക്ഷി മൃഗാദികൾക്കും വൃക്ഷലത എല്ലാവർക്കും എല്ലാ സർവ്വചരാചരങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇത്രയും ഉറക്കെ ചെല്ലുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാളികപ്പുറത്താക്കിയാലും ഇല്ലെങ്കിലും നിർത്താതെ എല്ലാ ദിവസവും ചെയ്തു നട തുറന്നിരിക്കുന്ന സമയത്ത് മുഴുവൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഭഗവതി സേവ. സഹസ്രനാമ ജപത്തിനു ശേഷം ആരതി ഒഴിയുന്നതോടെയാണ് ഭഗവതി സേവാ ചടങ്ങുകൾ അവസാനിക്കുന്നത്. പ്രസാദമായി അടയും ഭക്തർക്ക് നൽകും. ജനം സന്നിധാനം.